എത്ര നല്ല സുദിനം എൻ്റെ യേശുവിനോട് കൂടെ, എത്ര നല്ല സുദിനം എൻ്റെ യേശുവിനോട് കൂടെ. തെല്ലും ഭീതിയില്ല, അവൻ പടകിലുണ്ട്, അവൻ വാക്കുമാറുകില്ല. My life with Jesus, my life with Jesus, what a life in Jesus. ടുഡേ വിത്ത് ജീസസ് എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യമാണ് ധ്യാനിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒരു ദൈവം ഈ വചനം ശ്രവിക്കുന്ന ദൈവ പൈതലെ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ നിരവധിയായ വിഷയങ്ങൾ മൂലം സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ നീ? ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. കാരണം അവൻ ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപപ്പെടുത്തിയ ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം രൂപപ്പെടുത്തിയ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് അവൻ സർവശക്തനാണ്. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൽ ചില വിഷയങ്ങളെ നോക്കി നീ ഭാരപ്പെടുകയാണോ? വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർ ഒരു ചെങ്കടലിന് സമീപത്തെത്തി. ഒരു വലിയ ചെങ്കടൽ അവർക്ക് പ്രതികൂലമായി അവരുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ്. പിന്നില് ഫറവോന്റെ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടി കേൾക്കുവാനായിട്ട് സാധിക്കും. മരണത്തിന്റെ കാലൊച്ച അവരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. മുന്നില് വലിയൊരു ചെങ്കടല്. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ശ്രദ്ധിക്കണേ, ആ ചെങ്കടലിലേക്ക് നോക്കി പകച്ചു നിൽക്കുകയല്ല ഇസ്രായേൽ ജനത ചെയ്തത്. അവര് അതിനെ പ്രതി അസ്വസ്ഥപ്പെട്ടപ്പോ മോശ വിശ്വാസത്തോടെ തൻ്റെ കയ്യിലിരിക്കുന്ന വടി ആ ചെങ്കടലിന്റെ നേരെ നീട്ടി. ഒരു വലിയ ചെങ്കടല് പ്രതികൂലങ്ങളുടെ മധ്യത്തില് ഇതാ വിശ്വാസിക്ക് മുമ്പില് രണ്ടായിട്ട് വിണ്ടുകീറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പെരുവെള്ളത്തിൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരു പാതയൊരുക്കി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിന്റെ മുന്നിലെ പ്രതിസന്ധികളിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നോട് ചോദിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ തയ്യാറാണോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ചെങ്കടലില് പാതയൊരുക്കിയ ദൈവം, നിന്റെ മുന്നിലെ അടഞ്ഞുകിടക്കുന്ന വഴികളെ അവിടുന്ന് നിനക്ക് മുമ്പിൽ ഒരു വാതില് തുറന്ന് ആ വഴിയിലൂടെ ദൈവം നിന്നെ വഴി നടത്തുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കടങ്ങളിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി, അസ്വസ്ഥതകളിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം ഇനിയും നിന്റെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ടുഡേ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിച്ചത്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? അതെ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ഇന്നേ ദിവസം നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് ആരംഭിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.